മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മനുഷ്യ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന, നമ്മോട് കൂടെയായിരിക്കുന്ന ദൈവസ്നേഹത്തെ ആഘോഷിക്കുന്ന ഈ പിറവിക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയായി ഇന്ന് നാം തിരുകുടുംബത്തെയും കുഞ്ഞി പൈതങ്ങളെയും അനുസ്മരിക്കുകയാണ്. യേശുവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടി മരിച്ച വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ കുഞ്ഞി പൈതങ്ങളെ ആദ്യ രക്തസാക്ഷികളായിട്ടാണ് സഭ കണക്കാക്കുക. അതോടൊപ്പം നിരപരാധിയായ മനുഷ്യൻ എന്തുകൊണ്ട് സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന മനുഷ്യൻ്റെ കാലാകാലങ്ങളായുള്ള ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്നു. ഇന്നത്തെ തിരുവചന വായനകളിൽ കുടുംബ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നതും ദൈവിക പദ്ധതിയിൽ എന്താണ് കുടുംബമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ ദൈവം മനുഷ്യവംശത്തെ സ്വന്തം ഛായയിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് അനുഗ്രഹിച്ചു. ഇരുവരും സൃഷ്ടിക്കപ്പെട്ടത് ഒരു കുടുംബമായിട്ടാണ്. ആ കുടുംബത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം സന്താന പുഷ്ടിയുള്ളവരാകുവാനാണ്. കുടുംബം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് അനാദി മുതലുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ഒരു ദാനവും വിളിയുമാണ് കുടുംബം. കുടുംബത്തിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ വിവരിക്കുന്നതാണ് പ്രഭാഷക പുസ്തകത്തിൽ നിന്നുള്ള 2-ാം വായന. മക്കൾക്ക് മാതാപിതാക്കളോടുണ്ടാകേണ്ട ബഹുമാനവും വിധേയത്വവും കേവലം ഒരു സാമൂഹിക ആചാരം മാത്രമായിട്ടല്ല, കുടുംബം ദൈവിക പദ്ധതിയാകുമ്പോൾ അത് ദൈവത്തോട് തന്നെയുള്ള അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പ്രകടനമാണ്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്നാണ് പ്രഭാഷക പുസ്തകം 3-ാം അധ്യായം 9-ാം വചനം നൽകുന്ന വാഗ്ദാനം. ഇപ്രകാരം ദൈവിക പദ്ധതിയുടെ ഭാഗമായി രൂപീകൃതമാകുന്ന ഒരു കുടുംബത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ. ഒരു ക്രിസ്തീയ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ഭവനത്തിൽ സ്നേഹം, ക്ഷമ, അനുസരണം, പ്രോത്സാഹനം എന്നിവ അത്യാവശ്യമാണ്. എന്നാൽ കുടുംബത്തിലെ അംഗങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള ഉപാധിയല്ല, മറിച്ച് എല്ലായ്പ്പോഴും സ്നേഹത്താൽ നയിക്കപ്പെടണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരുകുടുംബമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. തിരുകുടുംബത്തിൻ്റെ ഈ യാത്ര സമാധാനപരമായ ഒരു യാത്രയല്ല, സന്തോഷത്തിൻ്റെയോ ആനന്ദത്തിൻ്റെയോ യാത്രയല്ല, മറിച്ച് ഭയവും അപകടവും മൂലം പെട്ടെന്നുള്ള ഒരു രക്ഷപ്പെടലാണ്. അരക്ഷിതാവസ്ഥയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും യാത്ര, മുൻപോട്ടേക്കുള്ള വഴികളെക്കുറിച്ച് വ്യക്തതയും കൃത്യതയും ഇല്ലാത്ത ഒരു യാത്ര. തിരുക്കുടുംബത്തിൻ്റെ ഈ യാത്ര നമുക്ക് നൽകുന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിത യാത്രകൾ ദുഷ്കരമാകുമ്പോൾ, മുൻപോട്ടേക്കുള്ള വഴികൾ കൃത്യതയും വ്യക്തതയും ഇല്ലാത്തതാകുമ്പോൾ, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെയും നടുവിൽ തിരുക്കുടുംബത്തെ പോലെ പരസ്പര പിന്തുണയും ഐക്യവും ഏറ്റവും വലിയ ശക്തിയാകണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കുറ്റപ്പെടുത്തലുകളോ പഴിചാലലുകളോ ഒന്നുമില്ലാതെ തിരുകുടുംബത്തെ പോലെ വെല്ലുവിളികളെ ഐക്യത്തോടെ ഒരുമയോടെ സധൈര്യം അഭിമുഖീകരിക്കുവാൻ ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ പ്രതിസന്ധികളിൽ ഐക്യത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും ചാലക ശക്തികളാകട്ടെ. ഇത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും യോസേപ്പ് പിതാവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പിനെ അദ്ദേഹം സംശയിക്കുന്നില്ല, വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അവൻ എഴുന്നേറ്റ് രാത്രിയിൽ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവിക പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുവാൻ പറ്റാത്തപ്പോഴും, വ്യക്തതയും കൃത്യതയുമില്ലെന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ അർത്ഥമെന്ന് യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ദൈവിക പദ്ധതികൾ മുഴുവനായി വെളിപ്പെടുത്തപ്പെടണമെന്നില്ല, മറിച്ച് യോസേപ്പിന് ലഭിച്ചതുപോലെ
പടിപടിയായി വെളിപ്പെടുത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ ഈ തിരുനാൾ നമ്മെയും ക്ഷണിക്കുന്നു. ദൈവഹിതത്തോട് എന്നും ആമേൻ പറഞ്ഞ, ദൈവഹിതത്തിന് പൂർണ്ണമായി തങ്ങളെ സമർപ്പിച്ച തിരുകുടുംബം കഷ്ടപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിമുക്തമായിരുന്നില്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിലും അനുസരണത്തിലും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് സഹനങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും കടന്നു വരാം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്ക് നൽകുക. എന്നാൽ തിരുകുടുംബത്തെ പോലെ പ്രത്യാശയുള്ളവന്, വിശ്വാസം കൈവിടാത്തവന് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിലും അപകടകരമായ നിമിഷങ്ങളിൽ പോലും ദൈവം കൈവിടിച്ച് നടത്തും. ആധുനിക മനുഷ്യന് തിരുകുടുംബം നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുറ്റപ്പെടുത്തലുകളോ പഴിചാരലുകളോ ഇല്ലാതെ പരസ്പരം പ്രിയപ്പെട്ടവർക്ക് താങ്ങും തണലുമായി തീരുക എന്നുള്ളതാണ്. മനഃശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായുള്ള പ്രായോഗിക പഠനത്തിന് വേണ്ടി കടന്നു ചെന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ജന്മദിനാഘോഷമാണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. രോഗാവസ്ഥയിലുള്ള തങ്ങളുടെ മകൻ്റെ ജന്മദിനാഘോഷത്തിന് വേണ്ടി വന്നു ചേർന്ന രോഗികളും മരണാസന്നരുമായ മാതാപിതാക്കൾ തൻ്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഒരു കൊച്ചുകുട്ടിയെ പോലെ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ, സാന്നിധ്യത്തിൽ, കരുതലിൽ സന്തോഷിക്കുന്ന ആ യുവാവ്. മാറ്റി നിർത്തുവാനും തള്ളിക്കളയുവാനും 100 കാരണങ്ങളുള്ളപ്പോഴും ചേർത്ത് നിർത്തുവാനും കൂടെ കൂട്ടുവാനും സ്നേഹവും കരുതലും കരുണയും വിശ്വാസത്തിൻ്റെ ആഴവുമുള്ള ഇപ്രകാരമുള്ള ഒരു കുടുംബമുള്ളപ്പോൾ, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങൾ ഉയർത്തുന്ന കുടുംബാംഗങ്ങളുള്ളപ്പോൾ നമ്മുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി പരിണമിക്കും. ആമേൻ.